സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FMലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് 31 കൊല്ലവർഷം 1201 ചിങ്ങം 15 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ദിവ്യാംഗർക്കായി കരുതലിന്റെയും സമൃദ്ധിയുടെയും ഓണം. സരസ്വതി ആശുപത്രി പാറശാലയും പങ്കാളികളായി. പാറശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി പുതിയ മന്ദിര സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു. ആശാ വർക്കേഴ്സിന് ഓണക്കോടി വിതരണം. പൂവാർ സരസ്വതി ആശുപത്രിയിൽ നെയ്യാർ മേളയ്ക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. ഓണം വരെ മഴ, 2 വീണ്ടും ന്യൂനമർദ്ദം. ദിവ്യാംഗർക്കായി കരുതലിന്റെയും സമൃദ്ധിയുടെയും ഓണം. സരസ്വതി ആശുപത്രി പാറശാലയും പങ്കാളികളായി. ദേശീയ സംഘടനയായ സക്ഷമയുടെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പഞ്ചായത്തുകളിലായി ദിവ്യാംഗർക്കായി ഓണക്കിറ്റ് വിതരണം നടക്കുന്നു. ഈ മഹത്തായ കാരുണ്യ പ്രവർത്തനത്തിൽ കരുതലിന്റെ കൈത്താങ്ങായി സരസ്വതി ആശുപത്രി പാറശാലയും സക്ഷമയോടൊപ്പം കൈകോർത്തു. ആരോഗ്യവും കരുതലും കാരുണ്യവും നിറഞ്ഞൊരു ഓണാഘോഷം കൂടി, ഒപ്പം മനോഹരമായൊരു മാതൃകയും. പാറശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ 46 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. കെ ആൻസലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VR സലൂജ തുടങ്ങിയവർ പങ്കെടുത്തു. CK ഹരീന്ദ്രൻ MLA സ്വാഗതവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ബിന്ദു മോഹൻ നന്ദിയും പറഞ്ഞു. ആശാ വർക്കേഴ്സിന് ഓണക്കോടി വിതരണം. പൂവാർ സരസ്വതി ആശുപത്രിയിൽ. പൂവാർ സരസ്വതി ആശുപത്രിയുടെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂവാർ പഞ്ചായത്തിലെ എല്ലാ ആശാ വർക്കേഴ്സിനും ഓണക്കോടി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലോറൻസ്, പൂവാർ പഞ്ചായത്ത് മെമ്പർ ശ്രീ ശരത് എന്നിവർ ചടങ്ങിൽ പങ്കുചേർന്നു. ആശുപത്രി അധികൃതരും ആരോഗ്യ പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. നെയ്യാർ മേളയ്ക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. വിനോദസഞ്ചാര വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി നെയ്യാറ്റിൻകര ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നെയ്യാർ മേളയ്ക്ക് തുടക്കം. CK ഹരീന്ദ്രൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. 3D പ്ലാനറ്റോറിയം, റോബോട്ടിക് ഫെസ്റ്റ്, ഭക്ഷ്യമേള, കാർണിവൽ, പുസ്തകോത്സവം, പ്രമുഖ കലാപ്രതിഭകൾ അണിനിരക്കുന്ന കലാരാവുകൾ, പരമ്പരാഗത കലാരൂപങ്ങളുടെ അവതരണങ്ങൾ, ശാസ്ത്ര സാങ്കേതിക പ്രദർശനങ്ങൾ തുടങ്ങിയവയാണ് മേളയുടെ ആകർഷണം. മേള സെപ്റ്റംബർ 14 സമാപിക്കും. ഓണം വരെ മഴ, 2 വീണ്ടും ന്യൂനമർദ്ദം. സംസ്ഥാനത്ത് ഓണം വരെ പരക്കെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്നാണ് മഴ ലഭിക്കുന്നത്. ഇത് ശക്തി കുറഞ്ഞതോടെ മഴയിൽ നേരിയ കുറവുണ്ടാകും. 2 ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ ഓണത്തിനും ഇടവിട്ട് മഴ ലഭിക്കും. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. കൗതുക വാർത്തകൾ. കവടിയാർ കൊട്ടാരത്തിൽ ഓണക്കാഴ്ചയുമായി കാണി സമൂഹമെത്തി. പതിവ് തെറ്റിക്കാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമെന്ന പോലെ കോട്ടൂർ മലയിലെ കാണി സമൂഹം ഓണക്കാഴ്ചയുമായി കവടിയാർ കൊട്ടാരത്തിലെത്തി. പാരമ്പര്യമായി തുടരുന്ന ആചാരത്തിന് ലോപം വരുത്താതെ കൊട്ടാര വൃത്തങ്ങൾ കാണിക്കാരെ സ്വീകരിച്ചു. മാർത്താണ്ഡവർമ്മയെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വനപ്രദേശത്ത് താവളമൊരുക്കിയതിന്റെ സ്മരണാർത്ഥമാണ് കൊട്ടാരത്തിലേക്കുള്ള കാണി സമൂഹത്തിന്റെ കാഴ്ച വിരുന്ന് നടക്കുന്നത്. കായികം. നീരജ് ചോപ്രയ്ക്ക് വെള്ളി. തുടർച്ചയായ 3-ാം വർഷവും ഡയമണ്ട് ലീഗ് ഫൈനൽസ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടി ഇന്ത്യൻ താരം നീരജ് ചോപ്ര. സൂറത്തിൽ നടന്ന മത്സരത്തിൽ ജർമ്മൻ താരം ജൂലിയൻ വൈബർ 9.57 മീറ്റർ എറിഞ്ഞ് സ്വർണം നേടിയപ്പോൾ നീരജിന് 8.5.01 മീറ്റർ എറിയാൻ കഴിഞ്ഞുള്ളൂ. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രമേഹവും ഓണസദ്യയും എന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഓണാഘോഷം ഒരു ദിവസത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. തിരുവോണ ദിവസമല്ല, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, പഠിക്കുന്ന വിദ്യാലയത്തിൽ, സംഘടനകളിൽ അങ്ങനെ ഓണസദ്യകളുടെ നീണ്ട നിരയാണ് ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങുന്നത്. മലയാളിയുടെ പ്രമേഹ നിയന്ത്രണം താളം തെറ്റുന്ന സദ്യയുടെ മയം. അപ്പോൾ ചില തത്വങ്ങൾ നമ്മൾ പാലിച്ചാൽ ഷുഗർ വാമനൻ മാവേലിയെ ചവിട്ടി താഴ്ത്തിയതുപോലെ പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തെ ചവിട്ടി താഴ്ത്തുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഓണസദ്യ വളരെ സമീകൃതമായ ആഹാരമാണ്. പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഓണസദ്യയിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ചോറിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ആദ്യം വിളമ്പുന്ന അല്പം ചോറ് തന്നെ മുഴുവൻ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. പരിപ്പിന്, സാമ്പാറിന്, പുളിശ്ശേരിക്ക്, രസത്തിന് എല്ലാം ആ ചോറ് മാത്രം. പായസങ്ങൾ, പ്രഥമൻ എല്ലാം ഒഴിവാക്കുക. അവിയൽ, സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ തുടങ്ങിയവ കൂടുതൽ ഉപയോഗിക്കുക. പപ്പടം കഴിയുന്നത്ര ഒഴിവാക്കുക. ചുരുക്കി പറഞ്ഞാൽ പ്രമേഹ സദ്യയിലെ എല്ലാ കറികളും നമുക്ക് ഉപയോഗിക്കാം. അവിയൽ, തോരൻ തുടങ്ങിയവ കൂടുതൽ ഉപയോഗിക്കാം. ചോറിൻ്റെ അളവ് വളരെ കുറയ്ക്കാം.
പായസങ്ങൾ, പ്രഥമൻ ഒക്കെ ഒഴിവാക്കാം. അങ്ങനെ പല പല സദ്യകൾ ആഴ്ചകളിൽ കഴിച്ച് പ്രമേഹം രോഗം മൂർച്ഛിച്ച് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കാതെ സന്തോഷകരമായ ഓണം ആഘോഷിക്കുകയും ചെയ്യാം, സദ്യ ആസ്വദിക്കുകയും ചെയ്യാം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആകുന്ന ആ കാലത്ത് സന്തോഷത്തോടെ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിച്ച് ഓണം ആഘോഷിക്കാം. എല്ലാ മലയാളികൾക്കും, പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്കും മധുരതരമായ ഒരു തിരുവോണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച ഇതേ ദിവസം കേൾക്കുന്നതുവരെ. നാളത്തെ പ്രധാന OP വിവരം: സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ, പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിനൂപ് രാവിലെ 10 മുതൽ 12:30 വരെ, ഡോക്ടർ ഷെബിൻ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ, ENT ഡോക്ടർ ആദിൽ കൃഷ്ണ രാവിലെ 9 മുതൽ 12:30 വരെ, ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അജിത് K നായർ ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ 3:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 9070442098 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം നമ്മൾ എന്താ രാവിലെ കഴിച്ചതെന്ന് ഡോക്ടർമാർ ചോദിക്കുമ്പോൾ പറയും, സാർ ഞാൻ ഒന്നും കഴിച്ചില്ല, 2 വടയും ഒരു കട്ടൻ ചായയും മാത്രമേ കഴിച്ചുള്ളൂ. ഒരു വടയിൽ എത്ര കാലറി അടങ്ങിയിരിക്കുന്നു? ഒരു ഇഡ്ഡലിയിൽ എത്ര കാലറി അടങ്ങിയിരിക്കുന്നു? ഒരു പ്രധാനപ്പെട്ട ആഹാരമാണ് വട അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ബജിയൊക്കെ. മലയാളികളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കടിയാണ് വടയും ബജിയും ഒക്കെ. അപ്പോൾ ഒരു വട കഴിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇഡ്ഡലിയുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ എത്ര ഇഡ്ഡലി കഴിക്കുന്നതിന് തുല്യമാണ്? അര ഇഡ്ഡലിയാണോ, 1 ഇഡ്ഡലിയാണോ, 2 ഇഡ്ഡലിയാണോ, 3 ഇഡ്ഡലിയാണോ? അപ്പോൾ ഒന്ന് താരതമ്യപ്പെടുത്തി ഉത്തരം പറയുക. ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളോടെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.